ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ എവിക്ഷൻ നടന്നിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൂടെ അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ എവിക്ഷൻ ആരാണ് പോകുന്നതെന്നൊക്കെ. എന്തായാലും ആ വ്യക്തി പോവുകയാണ്, അതായത് ശൈത്യ സന്തോഷ് പോവുകയാണ്. അപ്പം അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ശൈത്യ സന്തോഷ്. പിന്നെ കട്ടപ്പയായി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്, അത് നമ്മൾ നോക്കുന്നില്ല. അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശൈത്യ സന്തോഷ്. ഇപ്പോൾ ശൈത്യ സന്തോഷ് പുറത്തു പോകുമ്പോൾ അനുമോൾ പൊട്ടി പൊട്ടി കരയുകയാണ് അവിടെ. പൊട്ടിക്കരയുന്ന അത് ഇനി വല്ല വോട്ട് പിടിച്ചെടുക്കാനുള്ള സംഭവമാണോ എന്നൊന്നും അറിയില്ല. പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം നിങ്ങളൊന്ന് കമന്റ് ഇടണേ ഈ വീഡിയോയുടെ ഇടയിൽ. എന്തായാലും ശൈത്യ സന്തോഷ് ഇപ്പം പുറത്തായി കഴിഞ്ഞു. അപ്പം നമ്മുടെ അനുമോള് പൊട്ടിക്കരയാണ്. ഒരു രക്ഷയില്ലാത്ത പൊട്ടിക്കരച്ചിലാണ്. പ്രൊമോയൊക്കെ നമ്മൾ കണ്ടു. അതൊന്നും അല്ല പൊട്ടിക്കരച്ചിൽ, വമ്പൻ പൊട്ടിക്കരച്ചിലാണ് കരയുന്നത്. ശൈത്യ സന്തോഷ് പുറത്തായതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റിൽ ഇടുക. കാരണം ശൈത്യ സന്തോഷ് പുറത്താകേണ്ട വ്യക്തി ആയിരുന്നോ, കുറച്ചുകൂടെ അവസരം കൊടുക്കണമോ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റായിട്ട് ഇടുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ശൈത്യ സന്തോഷ് നേരത്തെ പോകേണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് പോയത് എന്നുള്ളൂ. വളരെ ചെറിയൊരു വ്യത്യാസത്തിലാണ് പല ഘട്ടത്തിലും ശൈത്യ സന്തോഷ് പുറത്തു പോകാൻ നിന്നായിരുന്നു, പക്ഷെ നടന്നില്ല. ഇത്തവണ ആ ഭാഗ്യം ഉണ്ടായി, പുറത്തു പോകാൻ പറ്റി. എന്തായാലും സേഫ് ഗെയിം കളിക്കുന്നവരൊക്കെ അങ്ങ് പോട്ടെ. ഇച്ചിരി കൂടെ എനിക്ക് ആകെ കൂടെ അപ്പനി ശരത്ത് പോയതിനോടാണ് എതിർപ്പ്. കാരണം അപ്പനി ശരത്ത് അവിടെ നിൽക്കണം. അപ്പനി ശരത്ത് ഉണ്ടെങ്കിലേ പലരുടെയും മുഖം, ഇപ്പൊ അനുമോളിനൊക്കെ ഇറിറ്റേറ്റ് ചെയ്താൽ മാത്രമേ അനുമോളുടെ മുഖമൊക്കെ കാണാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും വലിയ കണ്ണിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പനി ശരത്ത് കാരണമാണ് കുറേ കാര്യങ്ങൾ, അനുമോളുടെ കാര്യങ്ങൾ എക്സ്പോസ് ആയത്. അനുമോക്കും നന്നായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഇതുപോലെയുള്ള ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ വീഡിയോയുടെ ഇടയിൽ കമന്റ് ആയിട്ട് എടുപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടാറ്റ ബൈ.